അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. എൻ്റെ ജമാഅത്തായ സമണ്ണൂർ ചാപ്പള്ളിയിൽ കണ്ട അത്ഭുതകരമായൊരു കാഴ്ച സന്തോഷമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സുബഹ് നമസ്കാരത്തിന് പള്ളിയിൽ വരുന്നവരെ സ്വീകരിക്കുന്ന ഒരു ദൃശ്യം. പുലരിയിൽ പള്ളിയിലേക്ക് വരുന്നത് മഹത്തായ പ്രവൃത്തിയാണ്. പള്ളിയിൽ ചായയും കടിയും ഒരുക്കുന്നതും അതിനും മഹത്വമാണ്. ഇവയെല്ലാം അള്ളാഹു അത്ഭുതകരമായ പ്രതിഫലമായി കൂട്ടിവെക്കുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നത്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ. നോക്കൂ, ഒരു ചായയുടെ വില എത്രയാണ്? 10 രൂപയോ അതല്ലെങ്കിൽ 15 രൂപയോ അത്രയും. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ കണക്കില്ലാത്ത പ്രതിഫലം, 700 ഗുണം 7000 ഗുണം അതിനും കൂടുതലാണ് എന്നാണ്. അള്ളാഹു ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നവർക്ക് വലിയ ബർക്കത്ത് അള്ളാഹു നൽകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലിമൻ യുഖദ്ദിമു ഷായ വൽ കഹ്വത വത്തുആമ ലിഇബാദിക്. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉമ്മാരി മസാജിദിക്. അല്ലാഹുമ്മ ജഅൽ أقدامنا نورا يوم تزور الأقدام. اللهم بارك لمن يقدم الشاي والقهوة والطعام لعبادك واجعله لهم صدقة جارية يوم لا ينفع مال ولا بنون. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഒരു പ്രവൃത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ മഹത്വമുള്ള പ്രവൃത്തിയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിനെക്കുറിച്ച് ഖുർആൻ ഹദീസിലേക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല വളരെ മനോഹരമായി പള്ളിയിൽ വരുന്നവരെ കുറിച്ചൊക്കെ ഖുർആൻ പറയുന്ന ശൈലികൾ, അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ഇവരാണ് ഫജ്റിൽ പള്ളിയിലെ തേടി വരുന്നവർ. അവരാണ് നൂറിൻ്റെ ഉടമകൾ. സുബഹി സമയം തണുപ്പ് ശരീരവും ഭാരമുള്ള ഉറക്കവും പിടിക്കുന്ന സമയം. പക്ഷേ അവരുടെ ഹൃദയമാകട്ടെ പള്ളിയിലേക്കാണ്. അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ബശ്ശിരിൽ മശായിന ഫിൽ ദുൽമി ഇലൽ മസാജിദ് ബിന്നൂർ ത്വാം യൗമൽ ഖിയാമ. വിശുദ്ധ റസൂൽ പറയുന്നു, ഈ ഇരുട്ട് ഏതാണ്? ഈ ഇരുട്ട് അത് പുലർച്ചയുടെ ഫജ്റിൻ്റെ ഇരുട്ടാണ്. ഈ ഹദീസിൽ പറഞ്ഞ ഇരുട്ടിൽ പള്ളിയിലേക്ക് നടക്കുന്നവർ, ബശ്ശിരിൽ മശായിന, ഖിയാമത്ത് നാളിൽ പൂർണ്ണ പ്രകാശത്തിൻ്റെ സന്തോഷ വാർത്ത കൊടുക്കുക. ഇത് പുലർച്ചയുടെ ഇരുട്ടാണ്. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു ചുവട് 100 രണ്ടാമത്തെ ചുവട് രണ്ടാമത്തൊരു 100. ഇങ്ങനെ ഓരോ ചുവടും ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രകാശമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഗദാ ഇലൽ മസ്ജിദ് ഔ റാഹ അഅദ്ദല്ലാഹു ലഹു നുസ്ലൻ ഫിൽ ജന്ന കുല്ലമാ ഗദാ ഔ റാഹ. അൽഹംദുലില്ലാഹ്, എന്തൊരു ഭാഗ്യവാന്മാരാണ്. അതായത് ദിവസവും ഫജ്റിൽ വരുന്നവർ, സ്വർഗത്തിൽ ദിവസവും ഒരു പുതിയ സമ്മാനമാണ് അള്ളാഹു അവർക്ക് നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹ്. പള്ളിയെ ശുശ്രൂഷിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ ഈമാൻ തന്നെ സാക്ഷ്യപ്പെടുത്തും. വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഹദീസിൽ പറയുന്നു, കുല്ലു മഅറൂഫിൻ സ്വദഖ. കുല്ലു മഅറൂഫിൻ സ്വദഖ. എല്ലാ നല്ല പ്രവൃത്തിയും അത് സ്വദഖയാണ്. ഒരു ചിരി സ്വദഖയാണ്. ഒരു കപ്പ് വെള്ളം സ്വദഖയാണ്. ഒരു കുടി, ഒരു കടി, ഒരു ചായ അത് സ്വദഖയാണ്. എന്നാൽ ഒരു മുഅ്മിൻ ഫജ്റിന് വരുന്ന സമയത്ത് ചായ കൊടുക്കുന്നതോ, ഇത് അള്ളാഹുവിനടുക്കൽ വലിയ മഹത്വമുള്ളതാണ്. ഇത് സാധാരണ സ്വദഖയല്ല, ഹൃദയത്തിന് ചൂട് നൽകുന്ന, ചൂട് നിറക്കുന്ന സ്വദഖ. അള്ളാഹു കബൂലാക്കട്ടെ. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം.
വിശുദ്ധ റസൂൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സന്തോഷം ഉൾക്കൊള്ളുന്നത് അല്ലേ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തിയാണ്. ചൂടുള്ള ഒരു ചായ, അവർക്ക് നൽകുന്ന സ്നേഹം, സുബഹിന് ശേഷം കിട്ടുന്ന ഈ ഒരു ചെറിയ കടി അല്ലേ, വിശ്വസിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ്. ആ വിശ്വാസികൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു സ്വീകരണം നൽകുമ്പോൾ അവരുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം അത് വലിയ പുണ്യമുള്ളതാണ്. അഹബ്ബുൽ അഅ്മാലു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് എന്നാണ്. സുബഹിയുടെ നേരം പുലർച്ചയിൽ ഭക്ഷണം നൽകുന്നതിനെ കുറിച്ച് പറയുന്നത് വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വ അസീറ. ഭക്ഷണം നൽകുന്നതിൽ അല്ലേ, ഖുർആനിൽ സ്വർഗത്തിൽ വാതിലുകൾ തുറക്കുമെന്നാണ്. അതായത് നിങ്ങൾ സുബഹി നേരം പള്ളിയിലേക്ക് വരുന്നവർക്ക് നൽകുന്ന ഈ ഒരു പ്രവൃത്തി, ഒരു ചെറിയ കടിയും അല്ലേ, സ്വർഗത്തിൽ വാതിൽ തട്ടുമെന്നാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. വിശുദ്ധ റസൂൽ പറയുന്നു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. മരിച്ച ശേഷം മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തിയും നിൽക്കും. എന്നിട്ട് മുത്തായ റസൂൽ പറയുന്നു, 3 പ്രവൃത്തി ഒഴികെ. ഒന്ന് സ്വദഖ ജാരിയ, പ്രയോജനകരമായ വിജ്ഞാനം. മൂന്നാമത് സ്വാലിഹായ മകൻ, സ്വാലിഹായ മക്കൾ, വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ഉമ്മാക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ മക്കൾ. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റതെല്ലാം മുറിഞ്ഞു പോകും. നോക്കൂ, ഇങ്ങനെ സുബഹിൻ്റെ നേരത്ത് വരുന്നവർക്ക് നൽകുന്ന ഒരു ചായ കൊണ്ട് കിട്ടുന്നത് കാരണം അവർ കൂടുതൽ സമയം പള്ളിയിലിരിക്കും, കൂടുതൽ ദിക്റുകൾ ചൊല്ലും, കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യും, കൂടുതൽ ഇഅ്തികാഫ് ഇരിക്കും. ഇതിനൊക്കെ അവസരം ഒരുക്കിയതാരാണ്? ഈ ചായ നൽകിയ ഈ പ്രിയപ്പെട്ടവരാണ്. അവരെ കൂടുതൽ അമലുകൾ ചെയ്യാനുള്ള അവസരം അവർക്ക് നൽകുമ്പോൾ അത് അള്ളാഹുവിനടുക്കൽ വലിയ പുണ്യമായി അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അല്ലാഹുമ്മ ബാരിക് ലിമൻ യുഖദ്ദിമു അശ്ശായ വൽ ഖഹ്വത വത്ത്ആമ ലിഇബാദിക് വജ്അൽഹു ലഹും സദഖതൻ ജാരിയതൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. اللهم اجعلنا من عمار مساجدك. اللهم اجعل أقدامنا نورا يوم لا تزول أقدام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. السلام عليكم.